ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ഈ മാസം 6-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം നവ ഇന്ത്യയുടെ ശക്തിയുടെയും വീക്ഷണങ്ങളുടെയും അഭിമാനകരമായ പ്രതീകമാണെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ലയുമായി സംസ്ഥാനത്തെ വെള്ളപ്പൊക്ക സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. വെള്ളപ്പൊക്കക്കെടുതി നേരിടുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായവും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിലെ 643 ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ മണിപ്പൂരിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. ഇന്ത്യയിൽ നിന്ന് കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നഡ്ഡ. കർണാടകയിലെ ബെലഗാവിയിൽ ഒരു ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ആരോഗ്യ പരിപാലന സംവിധാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ നയത്തിന്റെ കാതലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശബരി റെയിൽപാത, കെ റെയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി നാളെ കൂടിക്കാഴ്ച നടത്തിയേക്കും. അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. അടുത്ത ദിവസം തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം കേരളത്തിലെത്തും. മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അങ്കമാലി മുതൽ എരുമേലി വരെ 111.48 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് 1997-98 റെയിൽവേ ബജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രസ്തുത പാത. പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ നിർവഹിക്കും. രാജ്ഭവനിൽ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം. മന്ത്രി പി പ്രസാദ് പങ്കെടുക്കും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ക്ലിഫ് ഹൌസ് അങ്കണത്തിൽ വൃക്ഷത്തൈ നടും. സംസ്ഥാനമൊട്ടാകെ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 30 വരെ ക്യാമ്പയിൻ നടക്കുന്നത്. സംസ്ഥാനത്ത് അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണ മെനു പരിഷ്കരിച്ച് വനിതാ ശിശു വികസന വകുപ്പ്. പാലും മുട്ടയും 2 ദിവസം നൽകിയിരുന്നത് 3 ദിവസമാക്കി. പത്തനംതിട്ടയിൽ അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് പോഷക മാനദണ്ഡ പ്രകാരം പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തത്. കോട്ടയം ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 16 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സുരക്ഷ മുൻനിർത്തി 10 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾക്കും കാർത്തികപ്പള്ളി താലൂക്കിലെ പള്ളിപ്പാട് തെക്കേക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിനും ജില്ലാ കളക്ടർ നാളെ അവധി നൽകി. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും നാളെ അവധിയാണ്. IPL ക്രിക്കറ്റിൽ കിരീട ജേതാക്കളെ ഇന്നറിയാം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള ഫൈനൽ മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ബംഗളൂരു 13 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 111 റൺ എടുത്തിട്ടുണ്ട്. കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബും രജത് പാട്ടീദാറിന്റെ നേതൃത്വത്തിലുള്ള ബംഗളൂരുവും ഏറ്റുമുട്ടുന്നത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ബെലറൂസിന്റെ അരിന സബലെങ്ക സെമി ഫൈനലിൽ. ഒളിമ്പിക് ചാമ്പ്യൻ ചൈനയുടെ ഷെങ് ക്യുൻവെനിനെയാണ് സബലെങ്ക പരാജയപ്പെടുത്തിയത്. ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ, അലക്സാണ്ടർ സ്വരേവ്, നൊവാക് ജോക്കോവിച്ച്, അലക്സാണ്ടർ ബൂബ്ലിക് എന്നിവർ ഇതിനകം അവസാന 8-ൽ ഇടം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസ മുനമ്പിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 40 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം. 2023 ഒക്ടോബർ മുതൽ 54,000-ലേറെ പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാകും. മിനായിലെ തമ്പുകളിൽ തീർത്ഥാടകരെത്തുന്നതോടെയാണ് കർമ്മങ്ങൾ ആരംഭിക്കുക. നാളെ മുഴുവൻ സമയവും തീർത്ഥാടകർ മിനായിൽ പ്രാർത്ഥനയിൽ കഴിയും. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം മറ്റന്നാൾ നടക്കും. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ചാർധാം യാത്രയ്ക്കുള്ള ഹെലികോപ്റ്റർ സർവീസുകളുടെ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ചില വ്യാജ വെബ്സൈറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉത്തരാഖണ്ഡ് പോലീസ്. തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്നും ബുക്കിംഗിനായി heliYatra.irctc.co.in എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കണമെന്നും പോലീസ് അറിയിച്ചു. ഇത്തവണ 6051 പേരാണ് കേരളത്തിൽ നിന്ന് ചാർധാം യാത്രയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട നാളെ വൈകുന്നേരം 5-ന് തുറക്കും. മറ്റന്നാളാണ് പ്രതിഷ്ഠാ ദിനം. പൂജകൾ പൂർത്തിയാക്കി ജൂൺ 5-ന് രാത്രി 10 മണിക്ക് നട അടയ്ക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.